ഹായ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചോക്ലേറ്റിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. കൂടുതലായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ആവശ്യത്തിന് കൊടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി കാണണേ. ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ടും ആൽമണ്ടും ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസാവണ്ട, കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഒരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്യാരമലാകുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ക്യാരമലാക്കി എടുക്കാനായിട്ട്. നട്ട്സ് ചേർത്തിട്ട് ഇതിലേക്ക് ഇനി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. 1 ടീസ്പൂൺ ബട്ടറോട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് നിരത്തിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അത് തണുത്ത് വരുന്ന നേരത്ത് ഇവിടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് മെൽറ്റാക്കി എടുത്താലും മതി. മൈക്രോവേവിൽ ആദ്യം ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി വന്നോളും. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലത്തെ സിലിക്കോണിൻ്റെ മോൾഡിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് മോൾഡാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ ഈ 2 മോൾഡിലാണ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇനി ഈ മോൾഡിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡാക്കി എടുക്കണം. ഏതെങ്കിലും ചെറിയ സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡാക്കാം. അല്ലെങ്കിൽ ഈ ഒരു സിലിക്കണിൻ്റെ ആ ഒരു മോൾഡ് ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡായി കിട്ടും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത മോൾഡിലൂടെ ഇതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡാക്കി എടുക്കാം. ഇത് കുറച്ച് കുഴിയുള്ള ഒരു മോൾഡാണ്. അപ്പോൾ ആദ്യം കുറച്ച് ചോക്ലേറ്റ് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ട് ആ നട്ട്സ് ക്യാരമൽ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് പിന്നീടും കുറച്ച് ചോക്ലേറ്റ് കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. നട്ട്സ് ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഒടിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മൊത്തത്തിലിരിക്കുന്നത് ഒന്ന് നമ്മൾ ഇടിക്കുന്ന ഇത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് വേണം ഈ ഒരു നട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ചോക്ലേറ്റിലേക്ക് ഈ ഒരു നട്ട്സ് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കൂ.
കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ട് പിന്നീട് ഈ ഒരു മോൾഡിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച പാടെ തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കണ്ട, കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അടുത്ത മോൾഡിൽ ഒഴിച്ചതിൻ്റെ മുകളിലായിട്ടും നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഫില്ലാക്കി എടുക്കാം. അപ്പോൾ നട്ട്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇത് ഫ്രീസറിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി നന്നായിട്ട് സെറ്റായി കിട്ടാനായിട്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി വന്നോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പുറത്തെടുത്തിട്ട് ഇതുപോലൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നട്ട്സൊക്കെ കാരമൽ ചെയ്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ആക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇതേപോലത്തെയൊക്കെ സിലിക്കണിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനും നല്ലതാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. മറ്റേ മോൾഡിൽ ചെയ്തതും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നട്ട്സ് ഉണ്ടാവും, മറ്റേ സൈഡിൽ ചോക്ലേറ്റ് മാത്രം ഉണ്ടാവും. അപ്പോൾ കുറച്ച് കുഴിയുള്ള സിലിക്കണിൻ്റെ മോൾഡാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും മാത്രമാക്കിയിട്ട് നട്ട്സ് വെച്ചിട്ട് പുറമേ എല്ലാം ചോക്ലേറ്റ് കോട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്